CapCutന്റെ ഒരു കുഞ്ഞൻ ട്യൂട്ടോറിയലുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നേക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ട്രൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വീഡിയോയുടെ ടോപ്പിലേക്ക് എങ്ങനെ ഒരു ഓവർലൈനെ സർക്കിളിലേക്ക് കൊണ്ടുവരാമെന്നാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നേരെ നമ്മുടെ CapCut അവിടെ ഓപ്പൺ ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ മൊബൈൽ ഫോണിൽ VPN കണക്ട് ചെയ്തു, CapCut ഓപ്പൺ ചെയ്തു. എനിക്ക് എഡിറ്റ് ചെയ്യേണ്ട ഒരു റീൽസ് കാര്യങ്ങളൊക്കെ നേരെ ഞാൻ CapCutലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഈ ഒരു റീൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം 50 സെക്കൻഡ് ഉള്ള ഒരു റീലാണ്. ഈ ഒരു റീലിൽ ഞാനൊരു ട്യൂട്ടോറിയലാണ് പറഞ്ഞു കൊടുക്കുന്നതെങ്കിൽ ആ ഒരു ട്യൂട്ടോറിയലിൻ്റെ വീഡിയോ എങ്ങനെ ഇതിലേക്ക് ആദ്യമേ കൊണ്ടുവരുന്നത് നോക്കാം. അതായത് ഒരു സ്ക്രീൻ റെക്കോർഡൊക്കെ എങ്ങനെ ഇതിലേക്ക് കൊണ്ടുവരുന്നത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഏതൊരു പോർഷനിൽ നിന്നാണോ നമുക്ക് അവിടെ നിന്ന് സ്പ്ലിറ്റ് ചെയ്ത് ആ ഒരു വീഡിയോ ആഡ് ചെയ്യേണ്ടതെന്ന് നോക്കുക. അവിടെ വെച്ച് ഈ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ സ്പ്ലിറ്റ് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ എൻഡിങ് എവിടെയാണെന്ന് നോക്കിയിട്ട് ആ ഒരു എൻഡിങ്ങും കാര്യങ്ങളും നിങ്ങളിവിടെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു പോർഷൻ ജസ്റ്റ് ഒന്ന് റാൻഡമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം എനിക്ക് ആ ഒരു സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു വീഡിയോ, ഇതിപ്പോൾ ഫോണിലേ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ലാപ്ടോപ്പിലേ ആയിരിക്കാം, ആ ഒരു വീഡിയോ ജസ്റ്റ് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ വെച്ചു ജസ്റ്റ് ഒന്ന് പ്ലസ് ബട്ടൺ കൊടുത്തു. എനിക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ട വീഡിയോ ഞാൻ ജസ്റ്റ് ഇതിലേക്ക് കൊടുന്നു. അപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ ഒരു സ്ക്രീൻ റെക്കോർഡ് ചെയ്തേക്കുന്ന ഒരു വീഡിയോ ഇവിടെ വന്ന് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേണ്ട ആ ഒരു പോർഷനും കാര്യങ്ങളൊക്കെ പുറകിലാണ് വന്ന് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പോർഷനെ നമ്മുടെ വീഡിയോയുടെ ടോപ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഓവർലേ എന്ന് പറയുന്ന സെറ്റിംഗ്സ് ആണ് ചൂസ് ചെയ്യേണ്ടത്. ഈ ഒരു ക്ലിപ്പിനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. താഴെയായിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഇവിടെ മാസ്കിൻ്റെ തൊട്ടുപ്പുറയായിട്ട് ഓവർലേ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് ഓവർലേ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ താഴേക്ക് വരുന്നത് കാണാം. ആ ഒരു വീഡിയോനെ നമ്മൾ നേരെ ട്രാക്ക് ചെയ്തിട്ട് എവിടെയാണോ നമുക്ക് ആഡ് ചെയ്യേണ്ടത് അവിടെ കൊണ്ടുവന്ന് നമ്മൾ വെച്ച് കൊടുക്കുക. ഇപ്പം എനിക്ക് ഈ ഒരു സ്ക്രീൻ റെക്കോർഡ് എടുക്കുന്ന ഈ ഒരു ഓപ്ഷൻ തൊട്ടാണ് ഈ ഒരു വീഡിയോസ് കാര്യങ്ങളൊക്കെ വരേണ്ടത്. അപ്പോൾ അവിടെ കൊണ്ടുവന്ന് കറക്റ്റ് വോയിസ് ക്ലിപ്പിന് സിങ്ക് ആവുന്ന രീതിയിൽ നിങ്ങൾ സെറ്റപ്പ് ചെയ്യുക. ഇനി നമ്മൾ ഈ ഒരു വീഡിയോനെ നമ്മൾ പ്ലേ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും നമ്മൾ ഓവർലേ ആയിട്ട് അത് ആഡ് ചെയ്തേക്കുന്ന ആ ഒരു വീഡിയോയാണ് ടോപ്പിൽ വന്ന് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്തേക്കുന്ന ഒരു വീഡിയോ താഴെയാണ് വന്ന് എടുക്കുന്നത്. അപ്പോൾ ഇതിനെ മാസ്ക് ചെയ്ത് മറച്ചാലാണ് നമുക്ക് ആ പറയുന്ന റൗണ്ട് എന്ന് പറയുന്ന രീതിയിൽ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതിനെ മാസ്ക് ചെയ്യാനായിട്ട് ജസ്റ്റ് ആ ഒരു ക്ലിപ്പിനെ ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ വീണ്ടും റൈറ്റിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും മാസ്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതിൽ നമ്മൾ മാസ്ക് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിരവധി ഓപ്ഷൻസ് നമുക്ക് ഇതിൽ കാണാം. സർക്കിളിൽ വേണോ അല്ലെങ്കിൽ റൗണ്ടിൽ വേണോ, അങ്ങനെ പല രീതിയിൽ നിങ്ങൾക്ക് മാസ്ക് ചെയ്യാൻ സാധിക്കും. നമ്മൾ മെയിനായിട്ടും കോമൺ ആയിട്ടും കാണുന്നത് സർക്കിൾ മാസ്കിംഗ് ആണ്. ഞാൻ അതുകൊണ്ട് തന്നെ ഇവിടെ സർക്കിൾ ചൂസ് ചെയ്ത് കൊടുത്തു. സർക്കിൾ ചൂസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു പോയിന്റിൽ മാത്രം ഇവിടെ വന്നെടുക്കുന്നത് കാണാം. നമുക്ക് 2 ഫിംഗർ യൂസ് ചെയ്ത് വലുതാക്കി കൊടുത്ത് എത്രത്തോളം വേണോ അത്രത്തോളം നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഞാനിപ്പോൾ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എൻ്റെ ഫേസ് മാത്രം ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത്രയും മാത്രം മതിയെങ്കിൽ ജസ്റ്റ് ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഫേസ് മാത്രം നിങ്ങൾക്ക് നിങ്ങളുടെ ഓവർലേ ആയിട്ട് കൊണ്ടുവരാൻ സാധിക്കും. അതിനുശേഷം വീണ്ടും നിങ്ങൾക്ക് 2 ഫിംഗർ യൂസ് ചെയ്ത് ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്ത് എവിടെയാണോ നിങ്ങൾക്ക് ആ ഒരു വീഡിയോനെ കൊണ്ടുവന്ന് വെക്കേണ്ടത് അവിടെ കൊണ്ടുവന്ന് വെച്ച് നിങ്ങളുടെ വീഡിയോയുടെ ട്യൂട്ടോറിയൽ പറഞ്ഞു കൊടുക്കുമ്പോഴും നിങ്ങളുടെ ഫേസും കാണിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് സെറ്റപ്പ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു മാസ്കിങ്ങിൽ നിരവധി ഓപ്ഷൻസ് ഉണ്ട്. അതെല്ലാം കൂടി ഞാൻ ഉൾപ്പെടുത്തി ആകെ മൊത്തത്തിൽ കുളമാക്കിയൊന്നും വെക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്